ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് ടെക്നോളജിയിലത്തെ ഏറ്റവും അവസാനത്തെ മൊഡ്യൂളായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൊഡ്യൂളായ ലെയ്ത്ത് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നിങ്ങളിതുവരെ ലെയ്ത്തിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല. സോ ഇതിൽ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് വളരെ പുതിയതായിട്ട് തോന്നുകയും ലെയ്ത്ത് എന്നൊരു വിഷയം ലെയ്ത്ത് പ്രാക്ടിക്കൽ അറിയാണ്ട് തന്നെ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും പുതിയതാവുകയും മനസ്സിലാവാതെ ഇരിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ പ്രാക്ടിക്കലിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഒരുവിധം പാർട്സ് അറിഞ്ഞാൽ മാത്രമേ ഈ തിയറി മനസ്സിലാവുകയുള്ളൂ. ലെയ്ത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ലെയ്ത്താണുള്ളത്, ലെയ്ത്തിൽ ഏതൊക്കെ മെക്കാനിസമാണുള്ളത്, ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഏതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രോസസ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻ ലെയ്ത്തിൽ ചെയ്യാം എന്നത് മാത്രമല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അവസാനം ലെയ്ത്ത് കൂടാതെ മില്ലർ, ഷേപ്പർ, പ്ലെയിനർ എന്ന് പറഞ്ഞ വേറെ കുറച്ച് എക്സ്ട്രാ ഡിവൈസുകൾ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ലെയ്ത്ത് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ടൂളാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വലിയ ടൂളുകളിൽ തന്നെ വലിയ ടൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലെയ്ത്തിനെ മദർ ഓഫ് ഓൾ മെഷീൻ ടൂൾ, മദർ ഓഫ് ഓൾ അതർ മെഷീൻ ടൂൾ എന്ന് വിളിക്കപ്പെടുന്നു. ഓക്കെ, മെയിനായിട്ട് ലെയ്ത്ത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണതെന്ന് പറഞ്ഞാൽ മെറ്റൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും സൈസിലും മെറ്റൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെയ്ത്തിനെ ഉപയോഗിക്കുന്നത്. ഏതൊരു ലെയ്ത്ത് എടുത്താലും ഒരു ലെയ്ത്തിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂൾ, ഈ മൂന്നെണ്ണമാവും മെയിനായിട്ട് പറയാം. ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂള്. ചക്കുണ്ട്, അതേപോലെ കുറേ പാർട്സ് ഉണ്ട്. ബട്ട് ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ടിൽ നമ്മുടെ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂള്. നമ്മൾ വർക്ക് പീസിന് പെർപെൻഡിക്കുലറായി ടൂൾ വെക്കുകയും ആ ടൂളിൽ പെർപെൻഡിക്കുലറായിട്ട് മീൻസ് വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഫീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്യുകയും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും സൈസിലും മെറ്റൽ റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൂളിനെ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമായിട്ട് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ സൈഡല്ല പാരലായിട്ട് വർക്ക് പീസിൻ്റെ ആക്സിസിന് പാരലായിട്ട് നമുക്ക് ടൂളിനെ ഇടത്തോട്ടും വലത്തോട്ടുമായി നീക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഷേപ്പിൽ മെറ്റൽ റിമൂവ് ചെയ്യുന്നത്. ഇനി ആ ടൂളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ടൂളുകളുണ്ട്. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ എന്നാക്കി രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ലെയ്ത്ത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. ആദ്യം തന്നെ നമ്മൾ ലെയ്ത്ത് പഠിക്കുമ്പോൾ ടൈപ്സ് ഓഫ് ലെയ്ത്ത് ആണ് ആദ്യം അറിയേണ്ടത്. ഏതൊക്കെ രീതിയിലുള്ള ലെയ്ത്തുകളുണ്ട്. ശരിക്കും ലെയ്ത്തിനെ 7 തരംതിരിച്ചിട്ടുണ്ട്. സ്പീഡ് ലെയ്ത്ത്, ഫെൻഡർ അഥവാ എൻജിൻ ലെയ്ത്ത്, ബെഞ്ച് ലെയ്ത്ത്, ടൂൾ റൂം ലെയ്ത്ത്, ടററ്റ് ലെയ്ത്ത്, ക്യാപ്സ്റ്റൻ ആൻഡ് ടററ്റ് ലെയ്ത്ത് എന്നാണ് പറയുക. ക്യാപ്സ്റ്റൻ ആൻഡ് ടററ്റ് ലെയ്ത്ത്, സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത്, ഓട്ടോമാറ്റിക് ലെയ്ത്ത്. ഇങ്ങനെ 7 ശരിക്കും ലെയ്ത്തിനെ തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ലെയ്ത്തിൻ്റെ 3D മോഡലും അതിൻ്റെ മെയിൻ പാർട്സും അത് എന്തിനുപയോഗിക്കുന്നു എന്നതുമാണ് ഞാനിവിടെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീണ്ടും പറയുകയാണ്, ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ആവണമെന്നില്ല, മീൻസ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലെയ്ത്ത് പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ തിയറിക്ക് വരികയാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ എളുപ്പമാകും. കാരണം അതിൽ പല വാക്കുകളും പല ഓപ്പറേഷൻസും പുതിയതാവും. ഞാനിവിടെ കാണിക്കുന്നതാണെങ്കിൽ ഇവിടെ പറയുന്ന ഓരോ കാര്യം വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ പഠിച്ച പോലെയുള്ള വെറും തിയറി നമ്മൾ കാണാപാഠം പഠിച്ച് അത് ഡയറക്റ്റ് എഴുതി വെച്ച് മാർക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു മൊഡ്യൂളല്ല ലെയ്ത്ത് എന്ന് പറയുന്നത്. അതറിയണമെങ്കിൽ ഒന്ന് നമ്മൾ പ്രാക്ടിക്കൽ വൃത്തിയായിട്ട് ചെയ്തിരിക്കണം. പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ആദ്യം തിയറി ക്ലാസ്സാണ് നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട്
ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ലേത്തിലേക്ക് കിടക്കാം. ടൈപ്സ് ഓഫ് ലേത്തിൽ ആദ്യത്തെ ലേറ്റാണ് എൻജിൻ ലേത്ത്. ലേത്ത് അഥവാ സെൻറ്റർ ലേത്ത് എന്നും ഒരു പേരുണ്ട്. ഈ എൻജിൻ ലേത്ത് എന്ന് പേര് വരാൻ കാരണം പണ്ടത്തെ കാലത്ത് ഈ ലേത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റീം എൻജിൻ ഉപയോഗിച്ചായിരുന്നു ഈ ലേത്ത് വർക്കായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എൻജിൻ ലേത്ത് എന്ന് പേര് വരാൻ കാരണം, അഥവാ സെൻട്രൽ ലേത്ത് എന്നും ഇതിനെ വിളിക്കുന്നതാണ്. ഈ എൻജിൻ ലേത്തിൻ്റെ മെയിൻ പാർട്സുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇതാണ് എൻ്റെ 3D മോഡലാണ് എൻജിൻ ലേത്തിൻ്റെ. ഇതാണ് നമ്മളുടെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പിൽ ഉള്ളത്, കണ്ടിട്ടുണ്ടാവും. ഇതാണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലേത്ത്. ഞാൻ പറയേണ്ട ഒരു നോട്ട് അവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് പീസ് എന്ന് പറയുന്ന ടെയിൽ സ്റ്റോക്കിനും ഹെഡ് സ്റ്റോക്കിനും ഇടയിൽ ക്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൂള് പെർപെൻഡിക്കുലറായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, മെയിൻ പാർട്സ് പറഞ്ഞാൽ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ലൈവ് സെൻറ്റർ, ഡെഡ് സെൻറ്റർ. ഹെഡ് സ്റ്റോക്കിലുള്ള സെൻറ്റർ പോയിന്റ് ലൈവ് സെൻറ്റർ എന്നും ടെയിൽ സ്റ്റോക്കിലുള്ള സെൻറ്റർ പോയിന്റ് ഡെഡ് സെൻറ്റർ എന്നും പറയുന്നു. പിന്നെ ഒരു ക്യാരേജ് ഉണ്ട്. ക്യാരേജ് എന്തിനാ നമുക്കറിയാം, ക്യാരേജിലാണ് നമ്മൾ ടൂൾ പോസ്റ്റ് ഉള്ളത്. ആ ടൂൾ പോസ്റ്റിലാണ് നമ്മൾ ടൂൾ ഫിറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഫീഡ് മെക്കാനിസം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ചെറിയ സർക്കിൾസ് ആയിട്ട് കാണാം. ക്യാരേജ് നീക്കാൻ ഒരു മെക്കാനിസം ഉണ്ട്. അതേപോലെ കംപ്ലീറ്റ് നമുക്ക് ഈ ടെയിൽ സ്റ്റോക്കിനെ സൈഡിലേക്ക് നീക്കി കൊണ്ടുവരാവുന്നതാണ്, ഫ്രണ്ടിലോട്ട് നീക്കി കൊണ്ടുവരാവുന്നതാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്ത് സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് വർക്കാവുന്നത് കൊണ്ടാണ് ഇതിന് എഞ്ചിൻ ലേത്ത് എന്ന് പേര്. പിന്നെ അടുത്തൊരു ലേത്താണ് ബെഞ്ച് ലേത്ത്. പേര് മാതിരി തന്നെ ബെഞ്ച് ലേത്ത് എന്ന് പറയുന്നത് എഞ്ചിൻ ലേത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ലേത്താണ്. ഒരു ബെഞ്ചിൽ നമുക്ക് ഘടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ലേത്ത് ആയതുകൊണ്ടാണ് അതിന് ബെഞ്ച് ലേത്ത് എന്ന് പറയുന്നത്. മറ്റേ എഞ്ചിൻ ലേത്തിനെ പോലെ തന്നെ എല്ലാ പാർട്സും ഇതിനും സെയിം ആണ്. എന്താണ് വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ സൈസിലാണ് വ്യത്യാസം. എഞ്ചിൻ ലേത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെഞ്ച് ലേത്തിൻ്റെ വലിപ്പം വളരെ 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 കുറവാണ്. ഈ ബെഞ്ച് ലേത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൈക്രോ ആയിട്ടുള്ള പാർട്സുകൾ മെഷീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ അക്യുറേറ്റ് ഡയമെൻഷനിലും ചെറിയ വർക്ക് പീസുകൾ മെഷീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ബെഞ്ച് ലേത്ത് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ലേത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെയിറ്റും പല കാര്യങ്ങളും കുറവും, ഉപയോഗിക്കാനും അതേപോലെ പല സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും എളുപ്പമാണ് ബെഞ്ച് ലേത്ത്. ഓക്കെ. ഒരു വർക്ക് ബെഞ്ചിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ പാർട്സും പറയുന്ന പോലെ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്കും ക്യാരേജും ഒക്കെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. എഞ്ചിൻ ലേത്തിനെ പോലെ തന്നെ എല്ലാ പാർട്സും ഇതിനുമുണ്ട്. സൈസിൽ മാത്രമാണ് ആകെയുള്ളൊരു വ്യത്യാസം. ഓർത്ത് വയ്ക്കുക. വളരെ എളുപ്പമാണ് ഈ ടോപ്പിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ കോംപ്ലിക്കേറ്റായി തോന്നില്ല. നമ്മൾ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴാണ് കോംപ്ലിക്കേറ്റായി തോന്നുന്നത്. ഓക്കെ. ഇതാണ് ബെഞ്ച് ലേത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ടൂൾ റൂം ലേത്ത്. ടൂൾ റൂം ലേത്ത് പേരിൽ തന്നെ ഉണ്ട്, ടൂൾ റൂം ലേത്ത്. മെയിനായിട്ട് ഈ ലേത്ത് ഉപയോഗിക്കുന്നത് ടൂളുകളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ടൂളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടൂൾ റൂം ലേത്ത് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൂൾ മേക്കിംഗ് ആണ്. ഓക്കെ. കറക്റ്റായിട്ട് ഈ ടൂളുകൾ ഉണ്ടാക്കുമ്പോൾ മറ്റേതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് മെഷീൻ ചെയ്യണ പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് പീസ് മെഷീൻ ചെയ്യണ പോലെ നമുക്ക് മറ്റ് സാധാരണ നമ്മൾ മെഷീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2%, ഒരു 3% എററുകൾ ഉണ്ടാവാം. എററുകൾ ഒരു പ്രശ്നമല്ല. ഓക്കെ. പക്ഷേ ഈ ടൂൾ ഉണ്ടാക്കുമ്പോൾ, ടൂൾ മേക്കിങ്ങിനാവുമ്പോൾ വളരെ അക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അക്യുറസി കൂടുതലായിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് സാധാ എഞ്ചിൻ ലേത്തിലൊന്നും ടൂളുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനായിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ലേത്താണ് ടൂൾ റൂം ലേത്ത് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കൊടുക്കുന്ന ഫീഡ് വരെ മൈന്യൂട്ട് അളവിൽ കൊടുക്കാൻ പറ്റും. മീൻസ് മറ്റേ നമ്മുടെ എഞ്ചിൻ ലേത്തിലൊക്കെ ഒരിക്കലും ഫീഡൊന്നും മൈന്യൂട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. മീൻസ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ 10 പോയിന്റ് കഴിഞ്ഞാൽ 10 mm കണക്കിലാണ് കൊടുക്കുന്നത്. അതിൽ mmനെക്കാട്ടിലും കുറച്ചുകൂടി കുറച്ചിട്ട് ഫീഡ് കൊടുക്കാൻ പറ്റാവുന്ന അത്രയും മൈന്യൂട്ടായിട്ട് നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റാവുന്നത് കൊണ്ടും അത്രയും മൈന്യൂട്ടായി ഫീഡ് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഡിസൈനിൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ടൂൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും. അതിനായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ലേത്താണ് ടൂൾ റൂം ലേത്ത്. എഞ്ചിൻ ലേത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടൂൾ റൂം ലേത്ത് എഞ്ചിൻ ലേത്തിനെക്കാട്ടിലും വലിപ്പം കുറവാണ്. ഈ പിക്ചറിൽ നോക്കണ്ട, എഞ്ചിൻ ലേത്ത് വലിപ്പം കമ്പാരിറ്റീവ്ലി കുറവാണ്. എഞ്ചിൻ ലേത്താണ് ഏറ്റവും വലിപ്പമുള്ള ലേത്ത്. ഓക്കെ. അതാണ് ടൂൾ റൂം ലേത്ത്. പല സ്പീഡുകളിലും ഫീഡുകളിലുമായിട്ട് നല്ല അക്യുറസിയോടെ പ്രവർത്തിക്കാൻ പറ്റാവുന്ന ഒരു ലേത്താണ് ടൂൾ റൂം ലേത്ത്.
അടുത്ത ടററ്റ് ലെയ്ത്ത്, ക്യാപ്സ്റ്റൻ ആൻഡ് ടററ്റ് ലെയ്ത്ത് എന്നാണ് ശരിക്കും ഇതിൻ്റെ ഒരു പേര് വരുന്നത്. എന്താണ് ഇതിലൊരു വ്യത്യാസം മറ്റുള്ള ലെയ്ത്തുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടററ്റിൻ്റെ 3D മോഡലാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ടെയിൽ സ്റ്റോക്കിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ടെയിൽ സ്റ്റോക്കിൻ്റെ സൈഡിലായിട്ട് ഒരു ടററ്റ് കൂടി ഘടിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ എന്താണ് ഈ ടററ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് അതിൽ ഒന്നിൽ കൂടുതൽ ടൂളുകൾ ഘടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ഡിവൈസാണ് ടററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സഗണൽ ടററ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പാർട്സ് ഹെഡ് സ്റ്റോക്ക്, എക്സഗണൽ ടററ്റ് ഹെഡ്, ക്യാരേജ്. ഇവിടെ ടെയിൽ സ്റ്റോക്കിന് പകരം ആയിട്ടാണ് എക്സഗണൽ ടററ്റ് ഹെഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനും അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ എക്സഗണൽ ടററ്റ് എന്ന് പറയുന്ന അവിടെ ഉദ്ദേശിക്കുന്ന 6 ഡിഫറെൻറ്റ് ടൂളുകൾ അറ്റ് എ ടൈം അതിന് പ്രവർത്തിക്കാൻ പറ്റും. മീൻസ് 6 നമ്മൾ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ എഞ്ചിൻ ലെയ്ത്തിലൊക്കെ ഒരു ടൂൾ ഉപയോഗിച്ചു വേറൊരു ഓപ്പറേഷൻ നമ്മൾ വേറെ ടൂൾ ഉപയോഗിക്കുമ്പോൾ ക്യാരേജിൽ നിന്ന് സ്വാഭാവികമായിട്ടും ആ ടൂൾ എടുത്ത് കളഞ്ഞിട്ട് വേറെ ടൂൾ വെക്കണം. ഇത് ക്യാരേജിൽ ടൂൾ വെക്കാണ്ട് തന്നെ ക്യാരേജിൽ ഒരു ടൂളും അത് കൂടാണ്ട് ടററ്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ നമുക്ക് 6 ടൂൾ വെക്കാൻ പറ്റും. ആ ടറത്ത് നിങ്ങളിപ്പോൾ ഞാൻ ഈ ഓട്ടോമാറ്റിക് ലെയ്ത്ത് പറയുമ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ 3D പിക്ചർ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ ടറത്ത് കിടന്ന് തിരിക്കുകയാണ് ചെയ്യുക, എക്സഗണൽ ടററ്റ് തിരിക്കുകയാണ് ചെയ്യുക. എക്സഗണൽ ടററ്റ് തിരിക്കുമ്പോൾ ഓരോ സെക്ഷനിലും ഓരോ ടൂൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എന്നെ ടററ്റ് ലെയ്ത്ത് അല്ലെങ്കിൽ ക്യാപ്സ്റ്റൻ ആൻഡ് ടററ്റ് ലെയ്ത്ത് എന്ന് പേര് വരാൻ കാരണം. ഈ ലെയ്ത്ത് വളരെ സെമി ഓട്ടോമാറ്റിക് ആണ്, ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല. ടെയിൽ സ്റ്റോക്കിന് പകരമായി ഇവിടെ ഒരു എക്സഗണൽ ടററ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ടററ്റ് ലെയ്ത്തിൽ വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. മെയിനായിട്ട് ആ ഒരു മാറ്റം വരുന്നതുകൊണ്ടാണ് അതിന് ടററ്റ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ മീൻസ് നമ്പർ ഓഫ് ടൂൾസ് നമുക്ക് മാറ്റിനനുസരിച്ച് എക്സഗണൽ ടററ്റും ഒക്ടഗണൽ ടററ്റും ഒക്കെ ഉണ്ട്. കൂടുതൽ ഉപയോഗിക്കുന്ന ടററ്റാണ് എക്സഗണൽ ടററ്റ്. അടുത്താണ് ഓട്ടോമാറ്റിക് ലെയ്ത്ത്. ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലി ഓപ്പറേറ്റഡ് കമ്പ്യൂട്ടറൈസ് ന്യൂമറിക്കൽ കൺട്രോൾ ലെയ്ത്ത്, CNC ലെയ്ത്ത് അഥവാ ഓട്ടോമാറ്റിക് ലെയ്ത്ത് എന്ന് പറയും. നമ്മൾ ന്യൂമറിക്കൽ പ്രോഗ്രാം കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്ന ലെയ്ത്താണ്. മറ്റേതുപോലെ ടെയിൽ സ്റ്റോക്ക് നീക്കുക, അല്ലെങ്കിൽ ഫീഡ് കൊടുക്കുക, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇവിടെ പ്രോഗ്രാം ആയിട്ട് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത്. പ്രോഗ്രാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, അല്ലാണ്ട് നമ്മൾ കൈകൊണ്ടൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അതാണ് ഈ ഓട്ടോമാറ്റിക് ലെയ്ത്ത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഉള്ളിലേക്ക് മീൻസ് ഈ മെഷീൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. വർക്ക് പീസ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാനം നീങ്ങി വരണ കണ്ടോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇപ്പോൾ ഒരു ഫാനം നീങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് ടററ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നമ്പർ ഓഫ് ടൂൾസ്, എക്സഗണൽ ടറക്റ്റാണ്. ഇവിടെ 6 ടൂൾസ് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റും. ചക്കുണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, വർക്ക് പീസ് ഉണ്ട്, ഒരു ടററ്റ് ഹെഡ് ഉണ്ട്, പിന്നെ ക്യാരേജ് ഉണ്ട്. ഓക്കെ, ക്യാരേജിലാണ് ഈ ടററ്റ് ഹെഡ്. ഈ ടററ്റ് ഹെഡ് റെസിപ്രൊക്കേഷൻ ഫീഡ് എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടാണ്. ടററ്റിൽ 6 ടൂളുകളുണ്ട്. ഏത് ടൂൾ വേണമെങ്കിൽ നമുക്ക് തിരിക്കുന്നതിനനുസരിച്ച് ഫെഡ് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ ടേണിംഗ് ടൂൾ എടുക്കുന്നു. ടേണിംഗ് ടൂൾ എടുത്തിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നു. വർക്ക് പീസ് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടറത്തിനെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ടേണിംഗ് നടക്കുന്നു. ഓക്കെ, സ്റ്റെപ്പ് ടേണിംഗ് ആയി. ഇപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് വീണ്ടും അടുത്ത ടൂൾ എടുക്കുന്നു, ടൂൾ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ടൂൾ ചേഞ്ച് ചെയ്യാൻ ടൂൾ ഊരേണ്ട ആവശ്യമില്ല എന്നതാണ് ഈ ടററ്റിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ തിരിച്ച് നമുക്ക് ഏത് ടൂൾ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ സമയം ലാഭിക്കാൻ പറ്റും ഈ ടററ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഈ ഓട്ടോമാറ്റിക് ലെയ്ത്തിലൊക്കെ ടററ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇതിവിടെ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിങ്ങിനനുസരിച്ചാണ് അതിൻ്റെ ഉള്ളിൽ ടററ്റ് അങ്ങോട്ട് തിരിയുന്നതും ഈ ഫീഡ് കൊടുക്കുന്നതും ഒക്കെ ഫുൾ പ്രോഗ്രാമിംഗ് അനുസരിച്ചാണ്, അല്ലാണ്ട് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ്. CNC ലെയ്ത്ത്, ഓട്ടോമാറ്റിക് ലെയ്ത്തിൽ തന്നെ വരുന്ന ലെയ്ത്താണ് CNC ലെയ്ത്ത്. രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ രണ്ടായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. പ്രോഗ്രാമിംഗ് കൊടുത്ത് വർക്കാവുന്ന ലെയ്ത്താണ് CNC ലെയ്ത്ത്. കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ, CNC മെഷീൻ്റെ ഫുൾ ഫോമാണ് കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ. ഓക്കെ, ഈ സംഭവങ്ങളൊക്കെ മൂവുന്നത് ഇതിൽ XYZ ആക്സിസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എൻജിൻ ലെയ്ത്തിലൊക്കെ ഒരു X ആക്സിസും Y ആക്സിസും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ XYZ എന്ന് പറഞ്ഞ ആക്സിസുകൾ ഉണ്ടാവും. നമ്മൾ ഇതിൽ കൊടുക്കേണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ സോഫ്റ്റ്വെയറിൽ പഠിക്കുന്ന പ്രോഗ്രാം അങ്ങനെ അറിയപ്പെടുന്ന പ്രോഗ്രാം അല്ല. ഇതിനായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്.
CNC എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഉണ്ട്. MTech എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞിട്ട് MTechന് വേണമെങ്കിൽ CNC തനിയെ പഠിക്കാവുന്നതാണ്. BTechൽ CNC ലെയ്ത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. BTech പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ CNC ലെയ്ത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. ഇത് വളരെ സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ആഡ് ഓൺ കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. CNC പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്സൈഡ് കേരള എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കിട്ടുന്നൊരു കോഴ്സ് കൂടിയായിരിക്കും CNC ലെയ്ത്ത് എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പമല്ല, അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ആ പ്രോഗ്രാമിംഗ് ക്ലിക്കായി കഴിഞ്ഞാൽ എവറിത്തിങ് ഓക്കെ. ഇതിൽ നമ്മൾ കൈകൊണ്ടുള്ളൊരു പണിയൊന്നുമില്ല, എഞ്ചിൻ ലെയ്ത്ത് പോലെ കൈകൊണ്ടുള്ള പണിയൊന്നുമില്ല, ജസ്റ്റ് പ്രോഗ്രാമിംഗ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ലെയ്ത്തുകൾ സൂക്ഷിക്കേണ്ട വിധവും വ്യത്യാസമാണ്. മറ്റുള്ള ലെയ്ത്തുകൾ പോലെ തന്നെ വെറും ഒരു റൂമിലിട്ടാൽ പോരാ, ഇതിന് AC റൂം തന്നെ വേണം എന്നതാണ് ടൂൾ റൂം ലെയ്ത്തിൻ്റെ പ്രത്യേകത. CNC ലെയ്ത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു CNC ലെയ്ത്തിന് ഏകദേശം വളരെ ഒരു ചെറിയ ഒരു CNC ലെയ്ത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന CNC ലെയ്ത്തിന് നിയർലി 25 to 30 ലാക്കാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. മറ്റുള്ള ലെയ്ത്തുകാട്ടിലും വളരെ വെയിറ്റ് കൂടുതലും. ഇതുകൊണ്ട് പല ഉപയോഗങ്ങൾ, പല ഓപ്പറേഷൻസ് അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റുള്ള ലെയ്ത്തിൽ പോലെ ട്രേഡിങ് ഒരു ഭാഗം, പിന്നെ ഫേസിങ് അടുത്തത്, അങ്ങനെ ഓരോന്ന് ചെയ്ത് വേണം അവസാനത്തിലേക്ക് എത്താനെങ്കിൽ ഇവിടെ നമുക്ക് ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. മൾട്ടിപ്പിൾ ഓപ്പറേഷൻ അറ്റ് എ ടൈം ചെയ്യാം എന്നതാണ് CNCയുടെ പ്രത്യേകത. അതിൻ്റെ ഒരു വർക്കിംഗ് ആണ് ഇവിടെ ആനിമേറ്റഡായി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ടൈപ്സ് ഓഫ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലെയ്ത്ത് വൃത്തിയായിട്ട് മനസ്സിലായി, എന്തൊക്കെ ടൈപ്സാണ് ഉള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലെയ്ത്ത് എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് സാധാരണ വർക്ക്ഷോപ്പ് ടെക്നോളജിക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സിമ്പിളാണ്. നമ്മൾ ഒരു ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും വരച്ച് വയ്ക്കുക. രണ്ടും കൂടി കണക്റ്റ് ആവുന്ന രീതിയിൽ ഒരു വർക്ക് പീസ് നടുവിൽ വരച്ച് വയ്ക്കുക. അതിലേക്ക് ടൂൾ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. മൂവ് ചെയ്യുക എന്നുള്ള ആരോ മാർക്ക് കാണിച്ചു കൊടുക്കുക. ഈ ഒരു പിക്ചർ വരച്ച് വർക്ക് പീസ് എങ്ങോട്ടാണ് തിരിയുന്ന റൊട്ടേഷൻ കാണിച്ചു കൊടുക്കുക. ഈ പറഞ്ഞ പോർഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലെയ്ത്തിൻ്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ആയി. പിന്നെ എങ്ങനെയാണ് ടൂൾ കൊടുക്കുന്നത്, വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടാണ് ടൂൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. ഉപയോഗിക്കുന്ന ടൂളുകളിൽ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ, മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളുണ്ട്. സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, സാധാരണ ഓപ്പറേഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഹെഡ് സ്റ്റോക്കിലും ടെയിൽ സ്റ്റോക്കിലേക്കും ടൂൾ വെക്കുന്നതിന് മുന്നേ ടൂളിനെ ഡ്രിൽ ചെയ്യേണ്ടി വരും, റീമിങ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ബോറിങ് ചെയ്യേണ്ടി വരും. പിന്നെ ടാപ്പർ ടേണിങ്, നെയിലിംഗ്, സ്ക്രൂ ത്രെഡ് കട്ടിങ്, ഗ്രൈൻഡിങ്, റീമിങ്, ബോറിങ്, ഡ്രില്ലിംഗ് ഒക്കെ തന്നെ ശരിക്കും ലെയ്ത്തിൽ ചെയ്യാവുന്ന ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ലെയ്ത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതി വെക്കേണ്ടതാണ്. ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂൾ പോസ്റ്റ്. ഓക്കെ, ടൂൾ പോസ്റ്റ്, മൗണ്ടഡ് ഓൺ കാരേജ്. ഓക്കെ, ഇതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 7 ടൈപ്പ് ലെയ്ത്തുകൾ ഏതൊക്കെയാണ്? സ്പീഡ് ലെയ്ത്ത്, എൻജിൻ ലെയ്ത്ത് ഓർ സെൻട്രൽ ലെയ്ത്ത്, ബെഞ്ച് ലെയ്ത്ത്, ടൂൾ റൂം ലെയ്ത്ത്, ക്യാപ്സ്റ്റൻ ആൻഡ് ടററ്റ് ലെയ്ത്ത്, സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്ത് അഥവാ ഓട്ടോമാറ്റിക് ലെയ്ത്ത്. പിന്നെ ഓട്ടോമാറ്റിക് ലെയ്ത്തിൽ CNC ലെയ്ത്ത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് 7 പാർട്സുകൾ ഉള്ളത്, അല്ലെങ്കിൽ 7 ടൈപ്സുകൾ ഉള്ളത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ലെയ്ത്തിൻ്റെ പാർട്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.